ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. അപ്പോൾ നമ്മൾ തായ്ലൻഡ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഫസ്റ്റ് ഡേ ആണിത്. ഇന്നലെ അതായത് ഒരു വെള്ളിയാഴ്ച രാത്രി നമ്മളൊരു 12 മണി ഒക്കെ ആയപ്പോൾ 11:45 കഴിഞ്ഞ് 12 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തി. വരുന്ന വഴിക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് സ്വസ്ഥമായിട്ട് കിടന്നിറങ്ങി. രാവിലെ അത്ര ലേറ്റായിട്ടൊന്നുമല്ല എണീറ്റത്. നമ്മളൊരു 8-8:30 ആകുമ്പോഴത്തേക്കും എണീറ്റ് വന്ന വഴിക്ക് തന്നെ നേരെ ബാത്റൂമിലേക്ക് വിട്ട് ഫ്രഷായി. കുളിയെല്ലാം രാവിലെ തന്നെ അങ്ങ് കഴിഞ്ഞു. ഇന്നലെ മേല് കഴുകിയിട്ടൊക്കെയാണ് കിടന്നത്, പക്ഷെ തലയെല്ലാം നല്ല വിസ്തരിച്ച് കഴുകി രാവിലെ ഒരു അസല് കുളിയൊക്കെ പാസ്സാക്കി ഒന്ന് ഉഷാറായി. പിന്നെ ഭയങ്കര കൊതിയോടെ നമ്മൾ കാത്തിരിക്കുമായിരുന്നു പിറ്റേ ദിവസം വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി. തീർച്ചയായും തായ്ലൻഡിലെ ഫുഡ് ഞങ്ങൾക്ക് ഇങ്ങനെ വിഷമമൊന്നും ഉണ്ടാക്കിയില്ല. അയ്യോ ഇന്ത്യൻ ഫുഡ് കഴിക്കണം അങ്ങനത്തെ ഫീലൊന്നും നമുക്കുണ്ടായിരുന്നില്ല. എന്നാലും തിരിച്ച് നമ്മുടെ നാട്ടിലെത്തിക്കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ദോശയും ചട്നിയൊക്കെ വടയൊക്കെ കഴിക്കാൻ ഒരാഗ്രഹം ഉണ്ടാവില്ലേ? അങ്ങനെ ഒരാഗ്രഹത്തിൻ്റെ പേരിൽ നമ്മൾ വീടിനടുത്തുള്ളൊരു ഷോപ്പിലേക്ക് നേരെ വെച്ച് പിടിച്ചു രാവിലെ തന്നെ. പക്ഷേ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. ഉദ്ദേശിച്ച ഒരു മനസ്സിലൊരു രുചി ഉണ്ടാവില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു രുചി. നമ്മൾ ആദ്യമായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റിൽ വരുന്നത്. നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കേട്ടാ വന്നത്, പക്ഷേ സാരമില്ല, ഒരു എക്സ്പെക്റ്റേഷൻ കുറച്ച് അധികമായി പോയതുകൊണ്ടായിരിക്കും. അങ്ങനെ നല്ലൊരു ഗീ റോസ്റ്റും ചട്നിയെല്ലാം കഴിച്ചു. എന്നാലും സമാധാനമായി, സന്തോഷമായി എന്ത് പറഞ്ഞാലും. പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ ഉച്ചക്കത്തേക്കുള്ള അടുത്തത് നമ്മൾ ഉച്ചയ്ക്ക് എന്താണെന്നുള്ളതാണല്ലോ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കറികളൊക്കെ ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടാണ് തായ്ലൻഡ് ട്രിപ്പിന് പോയത്. ഞാനത് പറഞ്ഞിരുന്നോ എന്നാണ് തോന്നുന്നത്. അപ്പോൾ ചോറും വെക്കണം, ഒരു മീൻ പൊരിച്ചതും, സാമ്പാർ അല്ല മോരുകറി ഉണ്ട്, വൻപയർ തോരൻ വെച്ചതൊക്കെ ഓൾറെഡി ഇരിപ്പുണ്ട്. പിന്നെ വേറെ ക്യാരറ്റും ബീൻസും കൂടെ തോരൻ വെച്ചതൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഒരു മീൻ മേടിക്കാം എന്നുള്ള പ്ലാനിൽ ഞങ്ങൾ ലിഷ്യസിൽ വന്നു. പിന്നെ വന്ന സ്ഥിതിക്ക് നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള മീൻ മേടിച്ച് ക്ലീൻ ചെയ്ത് ഫ്രീസ് ചെയ്യാൻ ഉള്ള സെറ്റപ്പിലൊക്കെയാണ് മേടിച്ചിട്ട് പോവുക. ഇത് ദിവസവും ഞാൻ ഓഫീസിലേക്ക് കടന്നു പോകുന്ന ഒരു ജംഗ്ഷനാണ്. നല്ല അടിപൊളി ബ്ലോക്കാണ് ഇവിടെ. രാവിലത്തെ സമയത്ത് സ്കൂൾ ബസ്സും ഓഫീസിലെ തിരക്കും അങ്ങനെ ഇങ്ങനെ. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കൊക്കെ എത്തി. പെട്ടിയെല്ലാം വാരി വലിച്ച് അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഓരോന്നായി ഓരോ പണിയിലേക്ക് ഏർപ്പെടണമല്ലോ. ഇതാണ് എൻ്റെ അടുക്കളയുടെ കോലം. എല്ലാം വൃത്തിയാക്കി വെച്ച കാര്യങ്ങളാണ്. പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിരുന്നതൊന്നും എടുത്ത് വെക്കാവുന്ന സമയം കിട്ടില്ല. പിന്നെ വലിയ ഹറി ബറിയാക്കി ഒരു ട്രിപ്പിന് പോകുന്നതിന് മുമ്പ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പണ്ടത്തെ എൻ്റെ ശീലം അനുസരിച്ച് ഇതെല്ലാം ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കി, പാത്രം ഇനി ഉണങ്ങിയില്ലെങ്കിൽ ടവൽ വെച്ച് തുടച്ചുണക്കിയൊക്കെ പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതെല്ലാം കാലം കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് ഒഴിവാക്കി. കുറച്ച് മെൻ്റൽ പീസിന് അതല്ലേ നല്ലതെന്ന് എനിക്ക് തോന്നി. ഈ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ അയ്യോ ഞാനത് ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വല്ലാത്ത മാനസിക വിഷമങ്ങളുണ്ടാകുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഞാൻ കടന്ന് കുറച്ചങ്ങ് മുമ്പോട്ട് വന്നിട്ടുണ്ട് എന്തായാലും. പിന്നെന്തായാലും കയ്യോടെ ഉണങ്ങിയിരുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് കബേർഡ്സിലൊക്കെ എടുത്തു വെച്ചു. കിച്ചണൊക്കെ ഒന്ന് ഒതുങ്ങിയിരുന്ന് കഴിയുമ്പോഴേ എന്തു പറഞ്ഞാലും കുക്ക് ചെയ്യാനൊക്കെ ഒന്നൊരു മൂടുണ്ടാവുള്ളൂ. ചോറ് വെക്കാൻ വേണ്ടി വെള്ളമൊക്കെ തിളപ്പിച്ചു. പിന്നെ ചോറോടെ ആകുമ്പോഴത്തേക്കും മീനൊക്കെ കഴുകി ഒന്ന് പുരട്ടി വെക്കണമല്ലോ, അതൊക്കെയാണ് മനസ്സിൽ. ഒരാഴ്ച കഴിഞ്ഞിട്ട് ചോറ് കഴിക്കുകയാണല്ലോ. അന്നേരം പൊതുവേ നമ്മളുടെ ചോറ് കഴിക്കുന്നതിൻ്റെ അളവൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഇന്ന് കുറച്ചരി ഞാൻ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനി ഇൻ കേസ് നമുക്ക് ആർത്തി കാരണങ്ങാനും അല്പം വേണ്ടി വന്നാൽ ഇനി ഇല്ലാത്തത് കൊണ്ട് വിഷമിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ചോറൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. അടുത്ത് കണ്ടില്ലേ, ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുന്ന മോരുകറിയും തോരനും ഒക്കെയാണ് അടുത്ത് ബോക്സുകളിലിരിക്കുന്നത്. പിന്നെ ഇന്ന് ഉച്ചക്കത്തേക്ക് നമ്മൾ പ്രോൺസൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇത് ആവോലി അല്ലേ? ആവോലി ആണ് ഇന്ന് ഉച്ചയ്ക്ക് വറക്കാൻ വേണ്ടി എടുക്കാൻ വിചാരിച്ചത്. പിന്നെ കൈയോടെ അത് വേഗം ക്ലീനാക്കി. ആവോലിയാവുമ്പം ക്ലീൻ ആക്കാനും എളുപ്പമുണ്ട്. അവർ കട്ട് ചെയ്ത് തരുന്നത് കൊണ്ട് നമുക്ക് വീട്ടിൽ വന്ന് കട്ട് ചെയ്യേണ്ട പ്രയാസമൊന്നും ഇല്ലല്ലോ. പിന്നെ എൻ്റെ സാധാ മസാലയാണ്. മഞ്ഞളും മുളകും കുറച്ച് മല്ലിപ്പൊടിയും, പേരിന് മല്ലിപ്പൊടിയും, ഗരം മസാലയും പെപ്പറും, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി ഇടയ്ക്കൊക്കെ ഇടാറുണ്ട്. പക്ഷെ അത് ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഇടുന്നതല്ല, കുറച്ച് കുറവ്.
പിന്നെ അത് കുറച്ച് നേരം മാരിനേഡൊക്കെ പിടിക്കുന്നത് വരെ വെച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇട്ടു. പിന്നെ വിഷ്ണു ആദ്യമേ കുറച്ച് തുണി, ഒരു ലോഡ് തുണി അലക്കാനിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് കഴിഞ്ഞു. ഇനിയും കുറേ തുണി അലക്കാനുണ്ട്, കൊണ്ടുപോയ തുണികളുണ്ട്. ഇവിടെ വീട്ടിൽ ഓൾറെഡി ഒരു ലോഡ് അലക്കാനുള്ള തുണി അതിനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 3 ലോഡ് തുണിയാണെന്ന് തോന്നുന്നു നമ്മളിന്ന് മൊത്തത്തിൽ അലക്കിയത്. പൊതുവേ മിക്സ് ചെയ്ത് അലക്കാറില്ല. പുറത്തിടുന്ന തുണി ഒരു സൈക്കിളിൽ, വീട്ടിലിടുന്നത് ഒരു സൈക്കിളിൽ, പിന്നെ അല്ലാത്ത വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേറൊരു സൈക്കിൾ, അങ്ങനെയൊക്കെ ആണ് ഇടാറ്. പക്ഷേ ഇന്നങ്ങനെ തെരഞ്ഞു പിടിച്ച് അലക്കാനെന്നുള്ളൊരു മനസ്സുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഇതൊന്ന് അലക്കി വിരിച്ച് ഉണങ്ങിയെടുത്ത് മടക്കി വെച്ചാൽ മതി എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ്. ഇങ്ങനെ കുറേയൊക്കെ കിടക്കുന്നത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ആകെ കൂടെ ഭ്രാന്ത് പിടിക്കുമല്ലോ. അതുകൊണ്ട് ഇന്ന് എന്തായാലും അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച് എല്ലാം കൂടെ മിക്സാക്കിയാണ് അലക്കിയത്. കളറ് പോകുന്ന ഡ്രസ്സുകളൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനത്തെ വിഷയമില്ല. തുണിയൊക്കെ അവിടെ കിടന്ന് അലക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ മീൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പുറത്തെ കുക്കറിൽ ചോറാണ് ഇരിക്കുന്നത്. ചോറ് ഞാൻ ആദ്യം ഒരു വിസിലടിക്കും, പിന്നെ ഓഫ് ചെയ്ത് വെക്കും. പ്രഷർ കംപ്ലീറ്റ് പോയി കഴിയുമ്പം വീണ്ടും ഒരു വിസിലടിക്കും. അപ്പം ഞങ്ങളുടെ പാകത്തിന് ഈ ചോറ് വെന്തിട്ടുണ്ടാകും. എനിക്ക് ഒരല്പം വെന്ത ചോറാണ് ഇഷ്ടം, വെന്തളിഞ്ഞു പോകരുത്, പാകത്തിന് വെന്ത്. ഈ കുരു ചെറുപയറ് പോലെ കിടക്കുന്ന ചോറൊക്കെ കഴിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കിച്ചണിൽ ഏകദേശം എല്ലാ ഫുഡൊക്കെ ആയി. ഇന്ന് എനിക്ക് മ്യൂസിക് ക്ലാസ് ഉണ്ടായിരുന്നു. പൊതുവെ അത് 2 മണിക്ക് ശേഷമാണ്. ഇന്നത്തെ എന്തൊക്കെയോ വിഷയങ്ങൾ കാരണം കുറച്ച് നേരത്തെ ആയിരുന്നു. അപ്പം ക്ലാസ് കഴിഞ്ഞിട്ടാകാം ഫുഡ് കഴിക്കുന്നതെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റ് ആയിരുന്നല്ലോ. പിന്നെ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ കറികളൊക്കെ, തോരനും എല്ലാം അവനിൽ വെച്ച് ചൂടാക്കി എടുത്തു. പിന്നെ ആസ്വദിച്ചിരുന്ന് എനിക്ക് കഴിക്കാനുള്ള സമയമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷനാണ് ഈ മോര് കറിയും അതിൻ്റെ കൂടെ വൻപയർ തോരൻ വെച്ചത്. ഇത് പണ്ട് ചെറുപ്പത്തിൽ ശീലിച്ചൊരു കോമ്പിനേഷനാണ്. പിന്നെ ഈ വൻപയറിനൊരു ചെറിയ ഒരു നോൺ വെജിൻ്റെ ഫീലല്ല, എന്നാലും ഞാൻ പറയുന്നത് എങ്ങനെ എനിക്കത് എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. ഒരു നോൺ വെജ് കൂടെ കഴിക്കുമ്പോഴുള്ളൊരു ഫീൽ എന്തായാലും വൻപയറിന് എനിക്ക് വരാറുണ്ട്. പിന്നെ മോരുകറിയുടെ കൂട്ടത്തിൽ നോൺ വെജ് എന്തായിട്ടും പോകും അല്ലേ. മീൻ, ചിക്കൻ ഡ്രൈ റോസ്റ്റ് എന്ന് വെച്ചാൽ പെരളം പോലെ ചിക്കനാക്കി എടുത്തത്. പൊതുവെ ചോറിൻ്റെ കൂടെ ചിക്കൻ കറി എനിക്കിഷ്ടമല്ല, പക്ഷേ ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ, അങ്ങനെ മോരുകറിയുടെ കൂടെ എന്തും പോകും. ഞങ്ങൾ രണ്ടുപേരും മനസ്സ് നിറഞ്ഞ് ആസ്വദിച്ചാണ് ഇങ്ങനെ ഭക്ഷണം കഴിച്ചത്. ഇടയ്ക്കൊക്കെ ശരിക്കും ഇങ്ങനെ വേണമല്ലേ, അതായത് നമ്മുടെ റെഗുലർ റൊട്ടീനിൽ, റെഗുലർ ഫുഡ് ഹാബിറ്റിൽ നിന്നൊക്കെ ചേഞ്ച് ചെയ്ത് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ, അതും നമ്മൾ ഫുൾ മനസ്സോടുകൂടിയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്, ശരിയാണ്. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പം നമ്മൾ ശീലിച്ച, നമ്മുടെ ആ കംഫർട്ടബിൾ ആയിട്ടുള്ള, നമ്മുടെ പാലറ്റിനൊക്കെ ഇഷ്ടമുള്ള, നമ്മുടെ മെമ്മറിയിലുള്ള ആ ഫുഡ്, അത് കഴിക്കുന്നതൊരു പ്രത്യേക വികാരമാണ്. ഞങ്ങളത് നന്നായി ആസ്വദിച്ചു. ഒക്കെ കഴിഞ്ഞ് എല്ലാം ക്ലീനാക്കി വെച്ച് തുണിയൊക്കെ അലക്കിയതൊക്കെ ഒന്ന് നോക്കിയതാണ്. ഇത് ഓഫാക്കിയിട്ട് അടുത്ത ലോഡും കൂടി ഇട്ടായിരുന്നു. പുറത്ത് നോക്കുമ്പോൾ മഴയുണ്ട്. ഇനി ഈ തുണി ടെറസിൽ കൊണ്ടേ ഇട്ട് ഉണക്കിയെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും അങ്ങനെ ആവട്ടെ. പിന്നെ ബാഗിലെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തെടുത്ത് വെച്ചു. നമ്മൾ വളരെ കുറച്ച് ഷോപ്പിങ്ങേ ചെയ്തിട്ടുള്ളൂ. അതെല്ലാം ഒന്ന് നിരത്തി വെച്ച് ഇനി ഇത് എവിടെ എന്തൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കഴിഞ്ഞ് ഇനി കുറച്ചും കൂടെ ഉറക്കം ക്യാച്ചപ്പ് ചെയ്യാനുണ്ടല്ലോ, അതും കൂടെ അങ്ങ് ക്യാച്ചപ്പ് ചെയ്യാം. നല്ല ക്ഷീണമായി. ഇത്രയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മടുത്തു. സുഖമായി കിടന്നുറങ്ങി. ചെറുതായിട്ട് മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. പറയണ്ടല്ലോ ഉറക്കം എത്ര ഗംഭീരമായിട്ട് നിൽക്കുന്നു. ഞാൻ എണീറ്റ ഉടനെ ഒരു 6:30 ആയി ഞാൻ എണീറ്റപ്പോൾ. പിന്നെ നേരെ നമ്മളെന്നാൽ ചായ കുടിച്ചിട്ട് വന്നാലോ, ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി കാറ്റൊക്കെ കൊണ്ട് വന്നാലോ എന്ന് പറഞ്ഞ് നമ്മുടെ സ്ഥിരം മലയാളി ചായ സ്പോട്ട് ഉണ്ടല്ലോ, മെട്രോ ചായ്, അവിടെ ചെന്ന് ഒരു ചായയും ഒരു പഴംപൊരി, മുഴുവൻ കഴിച്ചില്ല, ഡയറ്റാണല്ലോ, ഒരു പഴംപൊരിയും പിന്നെ ഒരു പരിപ്പുവടയുടെ പകുതിയും ഒക്കെ കഴിച്ചു. എന്താണോ ഇന്ന് മൊത്തത്തിൽ ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. എനിക്ക് നല്ല സ്ട്രോങ് ചായയാണ് വേണ്ടത്. പാലിൻ്റെ രുചി ഇങ്ങനെ മുമ്പോൾ, പാലെനിക്ക് തനിയെ കുടിക്കാൻ നല്ല ഇഷ്ടമാണ്, എനിക്കൊരു പ്രശ്നമില്ല പാൽ കുടിക്കാൻ. പക്ഷെ ചായ കുടിക്കുമ്പോൾ പാലിൻ്റെ രുചി ഇങ്ങനെ നാവി തട്ടിക്കൊണ്ടിരിക്കരുത്. എനിക്ക് ആ ചായപ്പൊടിയുടെ കമർപ്പല്ല, കട്ടിച്ചൊവ വേണം. ചായക്കുടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കസിൻ ഇവിടെ നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ വേറൊരു ഫ്ലോറിലാണ് താമസിക്കുന്നത്.
അപ്പം അവർക്ക് കുറച്ച് സ്വീറ്റ്സും അവർക്ക് മേടിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് വന്നു. ഇതവരുടെ മോനാണ് നിരഞ്ജൻ, ആൻഡ് ഹീസ് മൈ ലവ്. അവരോട് നമ്മുടെ തായ്ലൻഡ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ വീട്ടിൽ തിരിച്ചു വന്നൊരു ടി വിയിലൊരു ഫിലിമൊക്കെ ഇട്ട് നമ്മളങ്ങനെ വെറുതെ കുറേ നേരം ഇരുന്നു. ഇതൊരു സാറ്റർഡേ ആയതുകൊണ്ട് നാളെയും കൂടെ റെസ്റ്റ് ചെയ്യാൻ കിട്ടുമല്ലോ എന്നതാണ് സമാധാനം.